മതി. അതുവരെ അനങ്ങി പോരുത് കൂർക്ക. അത്രേ ഉള്ളൂ. പ്രസിഡന്റ് വന്ന് തീരുമാനം ഉണ്ടാക്കി. പ്രസിഡന്റ് ആണല്ലോ കൂർക്കെ കൊണ്ടുവന്ന്. അപ്പൊ അങ്ങനെ ഇവിടെ വന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. അല്ലാതെ നമ്മൾ ഇവിടുന്ന് പോകത്തില്ല. ഞാൻ പറഞ്ഞതാണ് ഈ പ്രസിഡന്റിനോട് കൂർക്കം കീർക്കൊന്നും വേണ്ട, എന്നെ കൈസർ വെട്ടി മതി എന്ന് പറഞ്ഞത്. അതെങ്ങനെ ശരിയാവും? കൈസർ വെട്ടി കിടന്ന് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കോളനിക്കകത്തുള്ളവർ കിടന്ന് ഉറങ്ങണ്ടേ? മണ്ടത്തരം വിളിച്ച് പറയല്ലേ. സൂര്യൻ കടലിലേക്ക് താന്ന് കഴിഞ്ഞാൽ അത്താഴം കഴിച്ച് കിടന്നുറങ്ങണം എന്റെ കൈസർ വെട്ടി. പിറ്റേ ദിവസം രാവിലെ 8 മണിയാകുമ്പോ തട്ടുമ്പോ എന്നും പറഞ്ഞു എഴുന്നേക്കും അല്ലാതെ ഒരക്ഷരം മിണ്ടിയല്ല, കുറയ്ക്കത്തില്ല. എന്റെ കൈസർ പട്ടി ഒന്ന് കുറച്ച് കണ്ടിട്ട് എനിക്കൊന്ന് ചത്താ മതി. നമ്മുടെ ഈ കോളനിയിൽ ഒരു സെലിബ്രിറ്റി ഞാനാണല്ലോ. അപ്പൊ ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ എനിക്ക് ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ വേണം. അത് ശരിയാ. നാട്ടുകാർ മുഴുവൻ സീരിയൽ കാണുള്ളൂ. ആൾക്കാർ വന്ന് ഇടിക്കാതിരിക്കാൻ വേണ്ടിയാ ഈ പുള്ളി ഇപ്പൊ പറയുന്നതിന്റെ കാര്യം. ഡോക്ടറെ, ഒരുമാതിരി മനുഷ്യത്തില്ലാത്ത വർത്താനം പറയല്ലോ ഇവിടെ പറഞ്ഞേക്കാം. ഇതിനൊരു പരിഹാരം കാണാൻ നമുക്കൊരു CC ക്യാം ഇവിടെ വെച്ചാലോ? എന്താണ് അഭിപ്രായം? എന്താണ്? പറയൂ. അതെ അതെ അതെ, ഇവിടെ ആദ്യം CC കാരെ കൊണ്ട് വെച്ചതാ. അത് കള്ളന്മാരടിച്ചോണ്ട് പോയി. എവിടെ പോയി കിടക്കുന്ന ഈ കിഴങ്ങ് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കോൾ ചെയ്തിട്ടുണ്ട്, ഉടനെ എത്തും. അതെ, നമസ്കാരം. എന്താണ് ഇപ്പൊ വിഷയം? എന്താണ്? ഇവിടുത്തെ ഗൂർഖാനെ പ്രസിഡന്റ് ആണോ കൊണ്ടുവന്നത്? ഞാനാ കൊണ്ടുവന്ന്. എന്നിട്ട് അവൻ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ? മുണ്ട് നേരെ പിടിച്ചത്. അതല്ലെന്ന്, അവനൊന്നും ഡ്യൂട്ടിക്ക് കയറിയിട്ടില്ല. കേറിയില്ല. ചോദിക്കാനാന്ന് ഇന്നെന്ത് ഡ്യൂട്ടിക്ക് കയറാഞ്ഞ്? പനിയാ? പനി നിങ്ങൾക്കൊക്കെ കണ്ണിയും ചോരയുണ്ടോ? നിങ്ങൾക്ക് ഒരു മനുഷ്യത്വം ഉണ്ടോ? ഈ ഇരിക്കുന്ന പനി ഗൂർക്ക, ഈ പനി പിടിച്ചിരിക്കുന്ന ഈ ഗൂർക്ക ഒരു മനുഷ്യനാണ്, മനസ്സിലായോ? അപ്പൊ അദ്ദേഹത്തിനോട് ഒരു സോഫ്റ്റ് കോർണർ കാണിക്കണം. പ്രസിഡന്റ് എങ്ങനെ പനി വന്നെന്ന് ചോദിച്ചോക്ക്. എങ്ങനെ പനി വന്നെന്ന് ചോദിച്ചോക്ക് അവനോട്. പനി എങ്ങനെ വന്നു? പേടിച്ചിട്ടാണ്. പേടിച്ച? ഓ, എങ്ങനെ പേടിച്ചു? പ്രേതത്തെ കണ്ട് പോക്കാച്ചി. പേടിയാണ് ഇയാൾക്ക് ജോലിക്ക് പറഞ്ഞായിരുന്നോ? ഞാൻ കള്ളന്മാരെ പിടിക്കാനാണ് ഇവിടെ നിന്നേക്കുന്നത്. ഈ കോക്കാമ്പി പ്രേതത്തിന് പിടിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ബംഗാളിൽ എനിക്ക് 2 കൊച്ചു പിള്ളേരുണ്ട്. എന്നെ പറ്റുന്ന ഞാൻ പോക്കോളാം. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു കേസ് പറയാം. പുള്ളി ഇങ്ങനെ പറയുന്ന സ്ഥിതിക്ക് നമുക്ക് പുള്ളിയെ പറഞ്ഞു വിട്ടേക്കാം. അതങ്ങനെ ശരിയാവും. ഊർക്കെ പറഞ്ഞു വിട്ട് എന്റെ ഭാര്യയുടെ കാര്യം ആരും നോക്കും? അല്ല, എന്റെ ഭാര്യയെ ഓഫീസിൽ കൊണ്ട് വിടുന്നത് ഗൂർക്കയാണോ? തിരിച്ച് പിക്കപ്പ് ചെയ്യുന്നത് ഗൂർക്കയാണോ? അതുപോലെ എന്റെ പിള്ളേരെ കൊണ്ട് സ്കൂളിൽ വിടുന്ന ഗൂർക്കയാണ്. അതുപോലെ ഗ്യാസ് വാങ്ങിക്കാൻ പോകുന്ന ഗൂർക്കയാണ്. ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കാൻ പോകുന്ന ഗൂർക്കയാണ്. ഞാനും എന്റെ കുടുംബം കണ്ട് തുടങ്ങുമ്പോൾ അവസരം ലൈറ്റ് ഓഫ് ചെയ്യുന്നവരെ ഗൂർക്കയാണ്. ഇത്രയും കാര്യങ്ങൾ വീട്ടിൽ ചെയ്യുന്ന ഗൂർക്കയാ? എന്നാ നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ഭാര്യ അങ്ങ് ഡൈവേഴ്സ് ചെയ്തിട്ട് ഗൂർക്കയെ കൊണ്ട് കെട്ടിക്ക്. അതാണ് നല്ലത്. പ്രസിഡന്റ് അതിന്റെ ഇടയ്ക്ക് എനിക്ക് പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത്. എന്താണ് ആ സംഭവം? ഓക്കെയാണ്, ഞാൻ നിൽക്കാം. അല്ല, പറഞ്ഞോണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യും, ഞാൻ നിൽക്കുന്നില്ല. എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ വേറൊരു ഗൂർഖ ഞാൻ ഇവിടെ തന്നിട്ട് പോവാം. നിന്റെ കുടുംബത്തിൽ നിന്നല്ലേ ഗൂർഖ വരുന്നത്? അയ്യോ, അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. എന്റെ അച്ഛൻ ഗൂർഖ, എന്റെ അപ്പൂപ്പൻ ഗൂർഖ, അമ്മയുമായിരുന്നു. ഗൂർഖയോ? ഗൂർഖയല്ല, ഗൂർക്കി. എവിടെ? ലേഡീസ് ഹോസ്റ്റലിലൊക്കെ അമ്മ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. ഈ ഡാഡിക്കിരിച്ചാണെ പോലെ പുതപ്പും ചൂടി എന്നിട്ട് കാര്യമില്ല. പിന്നെ എന്തെങ്കിലും ഒരു കോമഡി പറയണം. ഞാൻ എന്റെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ സുന്ദർ സിംഗ് എന്ന് പറഞ്ഞ ഒരാളെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവൻ ഓക്കെയാണോ? അവൻ ഓക്കെയാണ്. അവൻ തന്നെ ഒരു കോമഡി കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കിയിട്ട് നമ്മൾ ആളെ നോക്കാം. അല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണോ എടുത്താൽ മതി. മതി മതി, നന്നായിട്ട് ചെക്ക് ചെയ്തോണം. നാളെ ഇനി ഇതിന്റെ പേരും പറഞ്ഞ് എന്റെ അടുത്ത് എന്നെ പോലെ അവൻ പോയാ അവൻ എടുക്കണ ഞാൻ നേപ്പാളി വരും. പിന്നെ അവനെ വിളി. സുന്ദർ സിംഗ് ആവോ. കണ്ടോ കണ്ടോ? बेटा माता पिता के घर में आ जाओ. उनके दिन लोग खुशियां मनाता है. घर में जाता है पीछे अपनी योग्यता की चुनके चाहता है. അല്ല, എന്ത് പറയുന്നത്? എന്ത് വേണം? പ്രസിഡന്റ് ഇസ് പ്രസിഡന്റ്. പ്രസിഡന്റ്. ഏയ്, ബുദ്ധി നഖിയേ. മനസ്സിലായില്ല, എന്ത് പറഞ്ഞു? പൊക്കി അടിക്കുമായിരുന്നു പ്രസിഡന്റിനെ പറ്റി. പൊക്കി അടിക്കുമായിരുന്നു. അതെ അതെ, ഞാനാണ് അദ്ദേഹത്തിനെ ഇവിടെ കൊണ്ടുവന്നത്. പേരെന്താണ്? സുന്ദർ സിംഗ്. സുന്ദർ സിംഗ്. അപ്പൊ പിന്നെ വേറെ കേസുണ്ട്. മലയാളം അറിയാവോ? 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് മൂഢൻ. കൺഗ്രാജുലേഷൻ. അടിപൊളി. മലയാളം ശരിക്കും ഉണ്ടല്ലോ, സുന്ദർ സിംഗ് അല്ല, സുന്ദർ സിംഗറാ. ഞാൻ നമ്മുടെ ഈ വില്ലയിലെ
ഒരു പട്ടികൾ വെള്ളം അടിച്ചാൽ പാട്ട് പാടത്തില്ല. ഞാൻ എന്നും വെള്ളം അടിക്കും. വരണം. എനിക്ക് കവിത എന്ന് പറഞ്ഞ ലഹരിയാ. എനിക്ക് കവിതയായിട്ട് ബീച്ചിൽ കിടന്ന് കറങ്ങുന്നതല്ലേ കാര്യം. അങ്ങനെ കവിത ബീച്ചിലിരുന്ന് കേൾക്കുന്നതല്ലേ അല്ല, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ ഗൂർക്ക പേടിച്ച പോലെ പ്രേതത്തെ അല്ലെ യക്ഷിയെ കണ്ടാൽ സുന്ദർ സിംഗ് പേടിക്കോ? എനിക്ക് യക്ഷിയെ പേടിയില്ല. പേടിയില്ല? പേടിയേ ഇല്ല. യക്ഷി ഒരു ലേഡിയാണല്ലോ. ലേഡി ആകുമ്പോൾ നമ്മൾ പ്രണയിച്ചാൽ മതി. വിചാരിച്ചടക്കം തന്നെ കിട്ടിയില്ലേ? അതുപോലെ നമ്മളെ കോളേജിൽ കള്ളന്മാരെ ഇറങ്ങി കഴിഞ്ഞാലേ അവരെ നേരിടെ എന്തെങ്കിലും അഭ്യാസങ്ങളൊക്കെ അറിയാമല്ലോ. ഉണ്ടല്ലോ, ഉണ്ട്. എല്ലാ തരത്തിലുള്ള അഭ്യാസങ്ങളുണ്ട്. കരാട്ടെ ഒന്നിന്റെ സ്റ്റെപ്പുകൾ കാണിക്കാനാണ്. എക്സ്ക്യൂസ് മീ, മതി മതി മതി. വരൂ. നിങ്ങൾ അഭ്യാസം കാണിക്കുന്ന ഓക്കെ. ഈ സ്ത്രീകൾ മാത്രമുള്ള ഒരു സ്ഥലത്ത് ഒരു കള്ളൻ വരികയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ അവരെ നേരിടാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രാക്ടീസ് കൊടുക്കും? സ്ത്രീകൾക്ക് പ്രാക്ടീസ് കൊടുക്കും. മാഡം കൊച്ചിങ്ങോട്ട് വെക്കൂ. വെയിറ്റ്. എക്സ്ക്യൂസ് മീ. ഓക്കെ മാഡം, ഒരു കള്ളനാണ്. കള്ളനല്ല, കള്ളിയാണ് അവിടെ. മേഡം കള്ളി. ഹലോ സർ, കള്ളൻ. ഞാൻ മേഡം. ഓക്കെ. എന്നെ ആക്രമിക്കാൻ വരൂ. ഓക്കെ. കൊങ്ങിക്ക് പിടിക്കാൻ വരൂ. പിടിക്കേ. അല്ല പോയി എങ്ങനെ ബ്ലോക്കിയാ? പിക്ക് അടിപ്പോ ഇപ്പൊ രണ്ട് കള്ളന്മാരുണ്ടെങ്കിൽ വേണം വെപ്പമുടി പോയി. ഇനി ഇപ്പൊ എല്ലാം പെണ്ണുങ്ങളെ കള്ളന്മാര് വന്ന് പിടിക്കണത കാണിച്ച് നിങ്ങൾ ആണുങ്ങളുള്ള സമയത്ത് കള്ളന്മാര് വരികയാണെങ്കിൽ എങ്ങനെ കാണിച്ചാ കൊള്ളായിരുന്നു. സിമ്പിൾ. സാർ വരൂ. ഇത് വിഷിൽ എടുത്ത് ഊതിയാ മതി. ഊതിയ ഞാൻ ഓടി വരും. എന്നിട്ട് കളയാൻ പിടിക്കും. അവർക്കിങ്ങനെ മുറയൊന്നും പഠിപ്പിക്കണ്ടേ? എന്തിന്? ആണോ? ആണുങ്ങൾക്ക് മുറ എന്തിന്? ആണോ? ഈ ഗുഡ് ഓക്കെയാണോ? പെർഫെക്റ്റ് തീരുമാനം പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പോവാണ്. നിനക്ക് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഞാനൊരു കേസ് പറയാം. ഇവരുടെ ദിനചര്യകളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഇത് ഡോക്ടർ സാർ മൃഗഡോക്ടറാണ്. രാവിലെ നീ 5 മണിക്ക് എണ്ണിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. വൈകിട്ട് 7 മണിക്ക് തിരിച്ചോട്ട് വരണം. ഡ്രൈവിംഗ് അറിയത്തില്ല പാവത്തിന്. ഭാര്യയില്ലേ? അല്ല, ഭാര്യ പിണങ്ങി പോയി. ഡ്രൈവിംഗ് അറിയത്തല്ലേ? അത് തന്നെ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പട്ടിയുണ്ട്. രാവിലെ കുളിപ്പിക്കണം. പട്ടിയെ? എത്ര പട്ടിയുണ്ട് സാറിന്? 4 പട്ടിക്കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ 5 പേരെ കുളിപ്പിച്ച് വൃത്തിയാക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. 5 ഇല്ല, 4 പേരേ ഉള്ളൂ. സാറും കൂടി ചേരുമല്ലോ. അപ്പൊ എന്തായാലും പഴയ കൂർക്കേക്കാളും സൂപ്പർ ഈ കൂർക്കയാണ്. എന്റെ പെട്ടിതാ. ഒന്ന് പെട്ടെന്ന് പോ പ്ലീസ്. അപ്പോഴേ എന്റെ രാജിക്കത്താണ്. നല്ല കാര്യമുണ്ട്. വെളി വന്നാൽ ഞങ്ങൾ കുത്തി കയറിയെന്ന് പറയും. കുഴപ്പമില്ല. രക്ഷപ്പെടണം കേട്ടോ. എന്റെ മാനം കാക്കണം. ഇത് എനിക്കറിയാം. അപ്പോയിന്റ്മെന്റ് ഓർഡർ. താങ്ക് യു. ഓക്കെ റെഡി. നിങ്ങൾ അങ്കിൾ ആണെങ്കിൽ സാറിനെ വിളിക്കൂ. പോട്ടെ. അപ്പൊ എന്താണെങ്കിലും ഈ ഇപ്പൊ പുതിയൊരു കൂർക്ക നമുക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ അസോസിയേഷന്റെ എല്ലാ ഭാഗമായിട്ടും അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കൈയടിച്ച് പാസ്സാക്കാം. ധന്യവാദ്. അപ്പൊ ഇന്നോട്ട് നമ്മൾ ഫിക്സ് ചെയ്തു. കാണാം, നമ്മളെപ്പോഴും ഇവിടെ ഉണ്ടാവും. സാറ് വിളിക്കൂല? കവിത 12 മക്കളെ പെറ്റൊരമ്മേ. പ്ലേറ്റ് പിടിക്കാൻ വിളിക്കണം. എന്നെ പലപ്പോഴൊക്കെ ബീച്ചിലൊക്കെ പറഞ്ഞാൽ മതി. ഞാൻ പറയാം. നിന്റെ ഹസ്ബൻഡ് വിളിക്കുന്നു. ബാ, കല്യാണം കഴിച്ചോ? കല്യാണം കഴിഞ്ഞു 4 അങ്ങക്ക് വേണ്ടി എനിക്ക് ഇതിന്റെ കാര്യമില്ല. താങ്ക് യു. ഒന്ന് ഞാനൊരു കേസ് പറയാം. ഇവിടെ നേരത്തെ നിന്ന് ആ ഗൂർക്കയില്ലേ, അത് രാത്രി പ്രേതത്തെ കണ്ട് പേടിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ? സബ്ജി അങ്ങനെ പറഞ്ഞു. അത് പ്രേതമൊന്നും അല്ല. പിന്നെ ഞാൻ ഈ രാത്രിയിൽ വെള്ളം കൊണ്ടൊക്കെ എടുത്ത് തലയിൽ കൂടെ ഇട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒരു പോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനത് പറയുന്നത് എന്താണെന്നറിയോ? ഇപ്പൊ നാളെ നീ എന്നെ രാത്രിയിലെങ്ങാനും കണ്ട് പേടിച്ച് പ്രേതം എന്ന് പറഞ്ഞ് പോവാൻ നിൽക്കരുത്. അതിന്റെ പേരില്ല. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കേസ്. ആ കാണുന്ന മഞ്ഞ പെയിന്റ് അടിച്ച വീട് കണ്ടോ? മഞ്ഞ ആ വീട്ടില് രാത്രി ഒരു 10-10:30 കഴിയുമ്പോ
ചിലർ പട്ടി ഒരയിലും ചിലർ അനക്കങ്ങളും ഒരു നിഴലൊക്കെ കണ്ടാൽ അങ്ങോട്ട് ശ്രദ്ധിക്കണ്ട. അത് ശ്രദ്ധിക്കണ്ട, ആ കാര്യം ഞാൻ ശ്രദ്ധിച്ചോളാം കേട്ടോ. സാർ ഇന്നൊരു കാര്യം കൂടി. എന്താ എന്നാ വെച്ചാല് സാർ ഞാൻ ഫേസ്ബുക്കിലൂടെ ഒരു ലേഡിയെ പരിചയപ്പെട്ടു. ഫേസ്ബുക്കിലൂടെ? നമ്മുടെ സെയിം കാറ്റഗറി. ആ ലേഡി ഇവിടെ താമസിക്കുന്നേ ഈ കോളനിയിലോ? ഞാൻ അറിയാത്തൊരു കോഴിയത്. അപ്പൊ ആ മേഡത്തെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് തന്നെ. ആ കാണുന്ന വെള്ള പെയിന്റ് അടിച്ച വീട് കണ്ടോ? അതാണ് വീട്. രാത്രി ഒരു 10 മണി കഴിയുമ്പോ പട്ടി കുറച്ചിലോ നെയിലാട്ടമോ ആളെന്നൊക്കെ കണ്ട സാറ് ശ്രദ്ധിക്കണ്ട. ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. അതെന്റെ വീടാണോ നാറി?